ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ധാരാളം മുറിവുണ്ട്, ശരിക്ക് വിജ്ഞാനമുണ്ട്, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് അവനിക്കറിയില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അവനിക്കില്ല എങ്കിൽ അവനിക്ക് ഹക്കീം എന്ന് പറയൂല. ലോകത്ത് എത്ര അറിവുണ്ടെങ്കിലും എത്ര വിജ്ഞാനമുണ്ടെങ്കിലും അതേ അവനിക്ക് ഹക്കീം എന്ന് പറയുകയില്ല. ഹക്കീം എന്ന് പറയുന്ന ആ സ്ഥാനം കിട്ടണമെങ്കിൽ അവൻ ആരായിരിക്കണം? അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവനായിരിക്കണം. അവനിക്ക് മാത്രമേ ഹക്കീം എന്ന് പറയുകയുള്ളൂ, ദുൽ ഹിക്മ, ഹിക്മത്തുടയവൻ എന്ന് പറയുള്ളൂ. കാരണം ശ്രേഷ്ഠമായതിനെ അറിയുക, ആ ശ്രേഷ്ഠമായതിനെ അറിയുന്ന ശ്രേഷ്ഠമായ വിജ്ഞാനം, അതാണ് ഹിക്മത്ത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ അറിയുന്ന വിജ്ഞാനം, അതാണ് ശ്രേഷ്ഠമായ വിജ്ഞാനം, അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഇനി ഹിക്മത്തിന് തത്വജ്ഞാനം എന്ന് അർത്ഥം പറയാറുണ്ട് അല്ലേ? ഹിക്മത്തിന് സാധാരണ നമ്മൾ തത്വജ്ഞാനം എന്നർത്ഥം പറയാറുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയ മഹാന്മാർ, ആ മഹാന്മാരിൽ നിന്നാണ് തത്വജ്ഞാനം അവരാണ് പറയാറുള്ളത്. അത് ഏതുപോലെ ഇന്നലെ നമ്മൾ അവസാനം പറഞ്ഞിരുന്നു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഇതൊരു തത്വജ്ഞാനമാണ്. അത് ബഹുമാനപ്പെട്ട യഹ്യ ബിൻ മുആദ് റാസി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞതാണ്, ഇത് ഹദീസല്ല. ഇങ്ങനെ ആരിഫീങ്ങളായ തത്വജ്ഞാനികളായ മഹാന്മാർ അവർ ഇതേപോലെ പല തത്വജ്ഞാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. നഫ്സിനെ അറിഞ്ഞാൽ, സ്വന്തം നഫ്സിനെ അറിഞ്ഞവൻ അവൻ അവന്റെ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞു, അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞു. അള്ളാഹുവിനെ അറിയുന്നതിന് മുമ്പ് അവൻ സ്വന്തം നഫ്സിനെ അവൻ മനസ്സിലാക്കണം. ഈ നഫ്സിനെ സൃഷ്ടിച്ച ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് അതിനെ പരിപാലിക്കുന്നത്, ആരാണ് അതിനെ സംരക്ഷിക്കുന്നത്, ആരാണ് അതിനെ നിലനിർത്തുന്നത്, ആരാണ് അതിനെ നശിപ്പിക്കുന്നത് എന്നെല്ലാം ഒരു മനുഷ്യൻ ശരിയായ നിലയിൽ വിശാലമായി പഠിച്ചാൽ, ഈ നഫ്സിന്റെ ഉടമസ്ഥനെ കുറിച്ചങ്ങ് പഠിച്ചാൽ, ആ ഉടമസ്ഥൻ ആ നഫ്സിനെ കുറിച്ച് പഠിച്ചാൽ ആ നഫ്സിന്റെ ഉടമസ്ഥനെ കുറിച്ച് പഠിക്കാൻ കഴിയും. അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് മഹാനവറുകൾ പറഞ്ഞ തത്വജ്ഞാനമാണ്. അതേപോലെ തന്നെ ഹദീസിൽ ധാരാളം തത്വജ്ഞാനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തത്വജ്ഞാനങ്ങൾ ഹദീസിൽ ധാരാളമുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു ഹദീസ്, തത്വജ്ഞാനത്തിന് ഉദാഹരണം പറഞ്ഞ ഒരു ഹദീസ് മാത്രം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിയുള്ളവൻ ആരാണ്? ബുദ്ധിയുള്ളവൻ ആരാണ്? സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തിയവനാണ്. മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്. അവനാണ് ബുദ്ധിമാൻ. ബുദ്ധിമാൻ ആരാണ്? ബുദ്ധിമാൻ ആരാണ്? അവൻ സ്വന്തം നഫ്സിനെ കീഴ്പ്പെടുത്തിയവനാണ്. അതായത് സ്വന്തം നഫ്സിനെ കൊണ്ട് പണിയെടുപ്പിച്ചു. എങ്ങനെ പണിയെടുപ്പിച്ചു? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളിൽ നിന്നിട്ട് ആ കാര്യങ്ങളിൽ നിന്ന് നഫ്സിനെ തടഞ്ഞു നിർത്തി. അതേപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ പരലോകത്തിന് വേണ്ടി, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യൻ അവനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അത് തത്വജ്ഞാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇനി സഹോദരന്മാരെ, അല്ലാഹു ഹക്കീമാണെന്ന് പറയുമ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനമുണ്ട്. എന്താണെന്ന് അറിയാം? അല്ലാഹു ഹക്കീം, അല്ലാഹു ഹക്കീമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വേറൊരു വ്യാഖ്യാനം, അല്ലാഹുവിന്റെ സൃഷ്ടി നിർമ്മാണം കുറ്റമറ്റതാണ്. അതിൽ ഒരു ന്യൂനതയും ഇല്ല. ഒരു ന്യൂനതയും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത നിലയിൽ ശക്തിമത്താണ്. അല്ലാഹുവിന്റെ നിർമ്മാണം കുറ്റമറ്റതാണ്. സുൻ അല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ. എല്ലാ വസ്തുക്കളെയും കുറ്റമറ്റതാക്കി തീർത്ത
സുരക്ഷിതമാക്കി തീർത്ത, ഭദ്രമാക്കി തീർത്ത അള്ളാഹുവിന്റെ നിർമ്മാണമാണത്. അപ്പോൾ അത്ഖന എന്ന് പറഞ്ഞാൽ അഹ്കമ എന്ന് തഫ്സീർ കൊടുത്തത് കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പ്, അവന്റെ നിർമ്മാണം അത് കുറ്റമറ്റതാണ് എന്നുള്ള നിലയിൽ കൂടിയും അല്ലാഹു അൽ ഹകീമാണ്. ഇനി അൽ വദൂദ് 48ാമത്തെ ഇസ്മാണ് അൽ വദൂദ് എന്ന് വെച്ചാൽ എന്താണ്? സൃഷ്ടികളോട് സ്നേഹം ഉള്ളവൻ, ഇഷ്ടമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. വേറെ ഒരു അർത്ഥം, സൃഷ്ടികൾക്ക് ഖൈർ ഇഷ്ടപ്പെടുന്നവൻ. ഇങ്ങനെ പല അർത്ഥങ്ങളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സൃഷ്ടികളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും സൃഷ്ടികൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് അർത്ഥത്തിലാണ്. ഇങ്ങനെ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് സൃഷ്ടികളെ സ്നേഹിക്കും എന്നും നമ്മൾ വാദുകൾ കൂടിയും ക്ലാസ്സിൽ കൂടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ട് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സ്നേഹിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറൊന്ന്. അതേപോലെ തന്നെ നമ്മൾ അടിമകളായ നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറൊന്നാണ്. മനുഷ്യരിൽ സ്നേഹം എന്ന് പറയുന്നത് മാനസികമായൊരവസ്ഥയാണ്. മനുഷ്യ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട മാനസികമായ ഒരു ചായവും ഒരു അടുപ്പവുമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യരിൽ ഇത് കൂടിയും കുറഞ്ഞിട്ടില്ല, മനുഷ്യന്മാരിൽ ഇത് കൂടിയും കുറഞ്ഞിട്ടില്ല. ഏത് മനുഷ്യന്റെ മനസ്സിൽ ഊട്ടപ്പെട്ട മാനസികമായ ഒരു അടുപ്പം, ഒരു ചായവ്, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടുള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടുള്ളണമെന്നില്ല. ഇത് നിങ്ങൾ നോക്കും, മനുഷ്യന്മാർക്ക് അവർക്ക് ആവശ്യമായ വസ്തുക്കളോട് അവർക്കൊരു മാനസികമായ അടുപ്പുണ്ടാവും, അല്ലേ? ഉദാഹരണമായിട്ട് നമ്മുടെ സമ്പത്ത്, ആ സമ്പത്തിന് നമുക്കൊരു മാനസികമായൊരു അടുപ്പമുണ്ട്, ആ സമ്പത്തിനൊരു ചായയുണ്ട്, മാനസികമായൊരു ചായ. ഇതിനെയാണ് സ്നേഹം, സമ്പത്തിനോടുള്ള സ്നേഹം. ഇങ്ങനെ സമ്പത്തിനോടുള്ള സ്നേഹം. അപ്പോൾ സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആവശ്യമായ വസ്തുവിനോടുള്ള സ്നേഹം എന്നുള്ള നിലയിൽ നമ്മൾ സമ്പത്തുകളെ ഇഷ്ടപ്പെടുന്നു. അതീ പറഞ്ഞത് ഹുബ്ബുദ്ദുനിയ, അത് കണക്കാക്കണം, ഹുബ്ബുദ്ദുനിയ ആയിട്ട് കണക്കാക്കണം. കാരണം അതൊരു മനുഷ്യന്റെ മാനസികമായൊരു അവസ്ഥയാണ്, മാനസികമായൊരു ചായവാണ്. ഏത്? സമ്പത്തിനോടുള്ള ഒരു മാനസികമായ ചായ, അതിനെ സ്നേഹം എന്ന് പറയും. അതേപോലെ തന്നെ ഭാര്യയോട് സ്നേഹമുണ്ട്, അല്ലേ? എന്താണ്? ഭാര്യയോട് മാനസികമായൊരു ചായ്വ്, ഒരു മാനസികമായൊരു അടുപ്പം. മക്കളോട്, അല്ലേ? മറ്റൊരു ആളുടെ മോനും നമ്മുടെ കുട്ടികളും തമ്മിൽ എന്താണ്? നമ്മളെ കുട്ടികളോടാണ് കൂടുതൽ മാനസികമായിട്ട് നമുക്ക് അടുപ്പമുണ്ട്, അല്ലേ? അപ്പൊ ഇതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെ വാഹനം, നമ്മളിപ്പോ നമ്മുടെ ഇങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് പോയി സിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തോട്ട് നമ്മുടെ വാഹനം പാർക്ക് ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ കുറെ വാഹനങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ആ വാഹനങ്ങളെ കൂട്ടത്തിൽ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ വാഹനം തന്നെ ഇരിക്കും. കാരണം നമ്മുടെ വാഹനമായതുകൊണ്ട്. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് മാനസികമായി നമ്മളെ വസ്തുക്കളോടൊക്കെ ഒരു ആഗ്രഹവും ഒരു സ്നേഹവും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ആഹാരത്തോട് ഇഷ്ടം ഉണ്ടാവും, വസ്ത്രത്തോട് ഇഷ്ടം ഉണ്ടാവും, അല്ലേ? മനുഷ്യന്മാർക്ക് ഇതെല്ലാം മനുഷ്യന് ആവശ്യമായതാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതെല്ലാം നമുക്ക് തരുന്ന അല്ലാഹു. ഈ വസ്തുക്കൾ നമുക്ക് നമ്മളെ ഭാര്യയോട് സ്നേഹമുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്, സമ്പത്തിനോട് സ്നേഹമുണ്ട്.
നമ്മുടെ ഭവനത്തോട് സ്നേഹമുണ്ട്, കച്ചവടത്തോട് സ്നേഹം, കച്ചവട സ്ഥാപനത്തോട് സ്നേഹമുണ്ട്, വാഹനത്തോട് സ്നേഹമുണ്ട്, ആഹാരത്തോട് സ്നേഹമുണ്ട്, വസ്ത്രത്തോട് സ്നേഹമുണ്ട്, നമ്മുടെ വസ്തുവകളോടൊക്കെ നമുക്ക് സ്നേഹമുണ്ട്. എങ്കിൽ ഇതെല്ലാം നമുക്ക് തന്ന അള്ളാഹുവിനോട് നമുക്ക് എത്ര കൂടുതൽ സ്നേഹം ഉണ്ടാകണം? ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോടാണ് സ്നേഹം ഉണ്ടാകേണ്ടത്. ദുനിയാവിനെ, അതായത് നമ്മുടെ വസ്തുവകളെ സ്നേഹിക്കണ്ട എന്നല്ല അർത്ഥം. നമ്മുടെ വസ്തുവകളെ സ്നേഹിക്കുന്നതിനേക്കാൾ പരിശുദ്ധ ഖുർആനിൽ 8 വസ്തുക്കളെ എണ്ണിപ്പറഞ്ഞു. അതിൽ എണ്ണിപ്പറഞ്ഞപ്പോൾ ആ വസ്തുക്കളെക്കാളെല്ലാം നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മാർഗത്തിലുള്ള ജിഹാദിനെയും നിങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടുള്ള അവന്റെ ആജ്ഞയെ പ്രതീക്ഷിച്ചു കൊള്ളണം എന്നുള്ള ഒരു ഭീഷണി ആയത്തിന്റെ അവസാനം പറഞ്ഞത് കാണാം. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾക്ക് ദുനിയാവിന്റെ വസ്തുവകളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ വസ്തുക്കളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോട് വലിയ ശക്തിയുള്ള സ്നേഹമാണുള്ളത്. അപ്പോൾ സത്യവിശ്വാസികൾക്ക് വല്ലാത്ത സ്നേഹമാണ് റബ്ബിനോട്. അപ്പോൾ ഒരു സത്യവിശ്വാസി ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവന്റെ റബ്ബിനെ തന്നെയാണ്. സൃഷ്ടിയുടെ കൂട്ടത്തിൽ ഏറ്റവും അവൻ സ്നേഹിക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പോൾ എന്റെ സഹോദരന്മാരെ, ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹി ഉലൂമുദ്ദീനില് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം ഉണ്ടാകുന്ന 5 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് 5 കാരണങ്ങളുടെ പറയണമെങ്കിൽ വിശദീകരിക്കണ കുറെ സമയം എടുക്കും. നമ്മൾ ഈ ക്ലാസിന്റെ തൊട്ട് മുമ്പ്, അതായത് അസ്മാഉൽ ഹുസ്ന തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ മുഖദ്ദിമയിൽ, അതിന്റെ ആമുഖത്ത് തന്നെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പോയതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലെന്ന് അല്ലാഹു അഅലം. 5 കാരണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഒരാളെ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. ഈ 5 കാര്യം നോക്കിയാൽ ഈ ലോകത്ത് ഒരു മനുഷ്യനിക്ക് ഏറ്റവും സ്നേഹിക്കാൻ കടമപ്പെട്ടത് അള്ളാഹുവാണ്. ഏറ്റവും സ്നേഹിക്കാനാണ് ഈ കടപ്പെട്ടത് അള്ളാഹുവിനെയാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ നോക്കൂ, മനുഷ്യന്മാരെ അവർക്ക് നാവ് കൊണ്ട് പറയുന്നതിനൊന്നും ഒരു മടിയും ഉണ്ടാവില്ല, പക്ഷെ അത് പ്രവൃത്തിയിലുണ്ടാവില്ല. അങ്ങനെയുണ്ട്. എങ്ങനെ? എനിക്ക് അല്ലാഹുവിനോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്, പക്ഷേ എന്താവില്ല, അവന്റെ സ്നേഹം അളന്ന് നോക്കണമെങ്കിൽ അവന്റെ പ്രവൃത്തി നോക്കണം. സഹോദരന്മാർ, അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ സ്നേഹിക്കുന്ന ആളോട് നന്ദി കാണിക്കണ്ടേ? നന്ദിയുള്ളവനാകണ്ടേ? സ്നേഹിക്കുന്ന ആളോട് നന്ദിയുള്ളവനാകണ്ടേ? എങ്കിലല്ലേ അവനിക്ക് സ്നേഹം ഉണ്ടോ എന്ന് വരുള്ളൂ. നന്ദിയില്ലെങ്കിൽ പിന്നെ എന്ത് സ്നേഹമാണ്? അപ്പോൾ അല്ലാഹുവിനോട് നന്ദിയും അതേപോലെ തന്നെ സ്നേഹവും പ്രകടിപ്പിക്കണം. മനസ്സിലായില്ല? അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് എന്താണ് അവനിക്ക് റബ്ബിനോട് സ്നേഹമുണ്ട് എന്ന് വരികയുള്ളൂ, അല്ലാഹുവിനോട് നന്ദി ഉണ്ടാവും എന്ന് വരികയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയം, അതായത് നന്ദിയുടെ വിഷയം, നിങ്ങൾ നോക്കൂ. ഒരു നായ്ക്കൊരു നേരത്തെ ഉള്ള ചോറ് കൊടുത്താൽ നമ്മളെ കാണുമ്പോ വാലാട്ടും നായ. എന്തിനാ വാലാട്ടുന്നത്? ആ ഒരു ഉരുളച്ചോറിന്റെ നന്ദി. നിങ്ങൾ നോക്കൂ, നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാം 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 ചെയ്തെന്ന റബ്ബിനോട് നമ്മൾ എത്ര നന്ദികേട് കാണിക്കുന്നുണ്ട് സഹോദരന്മാരെ, എത്ര നന്ദികേട് കാണിക്കുന്നു. ഉദാഹരണമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ കൂടിയിട്ട് ഒരു കുതിരയെ കുറിച്ച് പറഞ്ഞു. കുതിരയുടെ പറഞ്ഞു. കുതിര എന്ന് പറയുന്ന ജീവിയില്ലേ, മനുഷ്യൻ പഴയ കാലത്തിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മൃഗമാണ്. മനുഷ്യന്മാരെ നിങ്ങൾ നോക്കൂ, നല്ല ആഹാരം കഴിച്ചാലും നല്ല വീട്ടിൽ താമസിച്ചാലും
ഒരാളുടെ ഒരു മുതലാളിയുടെ കീഴിലുള്ള കുതിരയ്ക്ക് അതിന് കഴിക്കാൻ ആവശ്യമായ കുറച്ച് ആഹാരം കൊടുക്കും. അതേപോലെ തന്നെ കിടക്കാനുള്ള ഒരു ചെറിയൊരു സ്ഥലം ഒരുക്കി കൊടുക്കും. ഇതിനപ്പുറം ഒരു മുതലാളിയും ഒരു കുതിരയെ സംരക്ഷിക്കുന്നില്ല. പക്ഷേ അവന്റെ ആവശ്യങ്ങൾക്ക്, അവന്റെ സർവ്വ ആവശ്യങ്ങൾക്കും ഈ കുതിര അവൻ ഉപയോഗിക്കുന്നുമുണ്ട്. പ്രധാനമായ ആ കാലഘട്ടങ്ങളിൽ യുദ്ധത്തിന് വേണ്ടിയായിരുന്നു കുതിര ഉപയോഗിച്ചിരുന്നത്, യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. എങ്കിൽ ഒരു കുതിര അതിന്റെ നന്ദി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന രംഗം എവിടെയെന്നറിയോ? യുദ്ധരംഗത്താണ് ഒരു കുതിര അതിന്റെ ആ യജമാനോടുള്ള നന്ദി. എനിക്ക് ആഹാരം തന്ന എന്റെ യജമാനൻ, ആ യജമാനോടുള്ള നന്ദി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് യുദ്ധസമയത്തല്ലേ? അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതായത് അതിന്റെ മരണം, അതായത് ജീവൻ പണയപ്പെടുത്തി ഞാൻ മരിച്ചാലും വേണ്ടില്ല, എന്റെ യജമാനൻ രക്ഷപ്പെടണം, ഈ യുദ്ധത്തിൽ യജമാനൻ ജയിക്കണം, യജമാനന്റെ ആജ്ഞപ്രകാരം ഞാൻ യുദ്ധക്കളത്തിന്റെ മധ്യത്തിലേക്ക് നടന്നുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഈ കുതിര, ആ കുതിര മനസ്സിലാക്കുന്നത് എന്താണ്? ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, എന്റെ യജമാനൻ ഈ യുദ്ധത്തിൽ വിജയിക്കണം, രക്ഷപ്പെടണം. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഹോദരന്മാരെ, അതാ യുദ്ധക്കളത്തിൽ അതാ ചോര കണ്ടു. മനുഷ്യന്മാർ ചില ആൾക്കാരുണ്ട്, ചോര കണ്ടു കഴിഞ്ഞാൽ പേടിയാകും. കുതിരയ്ക്ക് പേടിയില്ല. എന്നെ ഇവിടെ കൊല്ലപ്പെട്ടാലും ഞാൻ ചോര കണ്ട് പേടിക്കുന്നവനല്ല എന്നുള്ള നിലയിൽ കൂടിയ യജമാനോട് വല്ലാത്ത നന്ദി പ്രകടിപ്പിക്കുകയാണ് കുതിര. ആ കുതിരയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞത്, വൽആദിയാതി ളബ്ഹൻ ഫൽമുരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥറന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ. കിതച്ച് വളരെ വേഗം ഓടുന്ന കുതിരയെ തന്നെ സത്യം. കിതയ്ക്കുന്ന ഈ മൃഗമില്ലേ, കുതിര എന്ന് പറയുന്ന മൃഗം, അതെത്ര കിതച്ചാലും ശരി, അത് അതിന്റെ ഓട്ടം നിർത്തൂല. അത് നമ്മളൊക്കെ അല്പം ഓടി കിതച്ച പിന്നെ അങ്ങോട്ടൊരു അടി മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ആ മൃഗമില്ലേ, കിതയ്ക്കുന്ന മൃഗം, ആ മൃഗമില്ലേ, ആ മൃഗം എത്ര കിതച്ചാലും ശരി അതിന്റെ ഓട്ടം നിർത്തൂല. അങ്ങനെ കിതച്ച് വളരെ വേഗം ഓടുന്ന കുതിരയെ തന്നെ സത്യം. ഫൽമുഗീറാതി ഖദ്ഹാ ഫൽമുരിയാതി ഖദ്ഹാ വൽആദിയാതി ളബ്ഹൻ ഫൽമുരിയാതി ഖദ്ഹാ. അങ്ങനെ കുളമ്പുകൾ കല്ലിൽ അടിച്ച് തീപ്പൊരി പാർപ്പിച്ച്, അതായത് എത്രയും ഈ കുതിരയുടെ കുളമ്പ് കല്ലിൽ തട്ടുന്ന സമയത്ത് അതിങ്ങനെ സ്പീഡിനോട് അതിങ്ങനെ തീപ്പൊരി പാറും. അങ്ങനെ തീപ്പൊരി പാറിയാലും ശരി അതിന്റെ ഓട്ടം നിർത്തൂല. നമ്മളാണെങ്കിൽ അവരൊന്നും അല്പം നടന്നാൽ അല്ലെങ്കിൽ ഓടിയാൽ നമ്മുടെ കാല് ഒരു കല്ലിൽ തട്ടിയാൽ മുറിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമമായി. പക്ഷേ കുതിരയ്ക്ക് അങ്ങനെ ഇല്ല. ആ കുതിരയെ പിടിച്ചല്ലാഹു സത്യം ചെയ്യുകയാണ്. എന്നിട്ട് പ്രഭാതത്തിൽ അക്രമം നടത്തും. അങ്ങനെ അക്രമം നടത്തുന്ന യജമാനെ കയറ്റിക്കൊണ്ട് അക്രമഭൂമിയിലേക്ക്, യുദ്ധഭൂമിയിലേക്ക് പോകുന്ന കുതിരയെ പിടിച്ചല്ലാഹു സത്യം ചെയ്ത് പറയുകയാണ്. എന്നിട്ടൊരു പൊടിപടലം വിളക്കിവിടും. പൊടിപടലം ഇങ്ങനെ യുദ്ധത്തിൽ ഇങ്ങനെ ശത്രുക്കളുമായി പോരാടുമ്പോൾ ഉടമ്പിങ്ങനെ മണ്ണിൽ അടിച്ചിട്ട് പൊടിയൊന്നാ ഇങ്ങനെ പാറും. എന്നിട്ടും കുതിര
കുതിരാതെ പൊടിവായിട്ട് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ കുതിര അതിന്റെ പരാക്രമം അവിടെ നിർത്തുന്നില്ല. ആ കുതിര വീണ്ടും സ്വന്തം യജമാനെ വേണ്ടിയിട്ട് യുദ്ധകാലത്തിൽ പരാക്രമം കാണിക്കുകയാണ്. അങ്ങനെ ശത്രുക്കൾക്കിടയിൽ പ്രവേശിക്കുന്ന കുതിര അങ്ങനെ പൊടിവാരങ്ങൾ പാലിപ്പിച്ചുകൊണ്ട് ശത്രുക്കൾക്കിടയിൽ പ്രവേശിക്കുന്ന കുതിര, ആ കുതിരയെ തന്നെ സത്യം. അതായത് ആ കുതിര എന്തുമാത്രം പരാക്രമമാണ് അത് കാണിക്കുന്നത് സുന്ദരജവാന് വേണ്ടി. അവന്റെ ആ കുതിരയുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് ആ കുതിരയിൽ പരാക്രമം കാണിച്ചുകൊണ്ട് അതാ ശത്രുഭാവനത്തിലേക്ക്, ശത്രു സൈന്യത്തിന്റെ ഇടയിലേക്ക് അത് തള്ളിക്കയറുന്നത്. അങ്ങനത്തെ കുതിരയെ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ റബ്ബിനോട് വളരെ നന്ദിയേട് കാണിക്കുന്നവനാണ്. നന്ദിയുള്ള ഒരു ജീവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നന്ദിയുള്ള ഒരു ജീവി, ആ ജീവി അവന്റെ മുതലാളിക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി പോരാടുകയാണ്. ആ മുതലാളി, ആ ഉടമസ്ഥൻ ഈ കുതിരയ്ക്ക് ചെയ്തു കൊടുത്ത ഗുണപരൽത്താഹാരം കൊടുത്തു. ചിലപ്പോൾ ആഹാരം കൊടുക്കില്ല, എവിടെ മേളം കൊടുക്കും. അങ്ങനെയാണോ? എന്നാൽ പോലും ആ യജമാനോടുള്ള നന്ദി കുതിര പ്രകടിപ്പിക്കുകയാണ്. ആ കുതിര തന്നെ സത്യം. ഇന്നൽ ഇൻസാന റബ്ബിനോട് അങ്ങേറ്റം നന്ദി കാണിക്കുന്നവരാണ് മനുഷ്യൻ. അല്ലേ? ഒരു കുതിരയ്ക്കുള്ള നന്ദി പോട്ടെ, ഒരു നായക്കുള്ള നന്ദി ഉണ്ടോ നമുക്ക്? ഭയങ്കര നന്ദിയാണ്, അതാവുന്നത് സ്നേഹമാണ്, അങ്ങനെയാണ് ഇങ്ങനെ പറയാനും ആർക്കും ഒരു കുഴപ്പമില്ല. അതെവിടെയാണ്? അത് എവിടെയാണ് ഒരു മനുഷ്യനിക്ക്? എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ഞാൻ അടക്കം പറയാണ്, നമുക്ക് റബ്ബിനോട് നന്ദിയുണ്ടോ ഇല്ലേ? അത് എവിടെയാണെന്നറിയോ തെളിയുന്നത്? നന്ദിയില്ല എന്നതിന് അവൻ തന്നെയാണ് സാക്ഷി. അവൻ തന്നെയാണ്. കാരണം അവന്റെ ജീവിതം കാണുമ്പോ അറിയും, അവന്റെ ജീവിതം കാണുമ്പോ അറിയും അവനിക്ക് നന്ദിയില്ലാന്ന്. ഞാനൊരു ഉദാഹരണം പറയട്ടെ സഹോദരന്മാരെ. അതായത് നമ്മളെ വീട്ടിൽ നല്ല ഒരു കല്യാണം നടക്കുകയാണ്. സ്വന്തം മകളുടെ കല്യാണമാണ്. ഇത് ആണുങ്ങളുടെ കാര്യമല്ല, പെണ്ണുങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആണുങ്ങൾക്ക് ഇത് ബാധകമാണ്. പക്ഷേ പ്രധാനമായി സ്ത്രീകളാണ് ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് അല്ലാഹുവിനോട് നന്ദിയുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ വീട്ടിൽ വിവാഹം നടക്കുമ്പോൾ എന്റെ സഹോദരി, എന്റെ സഹോദര, അന്നത്തെ എത്ര 5 വക്ത് നിസ്കാരമല്ല, തലയ്ക്കുന്ന ദിവസത്തെ നിസ്കാരം, കല്യാണത്തിന്റെ പിറ്റേ ദിവസത്തുള്ള നിസ്കാരം അടക്കം നീ കളാക്കിയില്ലേ? ഇത് തന്നെയാണ് അല്ലാഹുവിനോട് നീ നന്ദികേട് കാണിക്കുന്നു. അത് തന്നെയാണ്. കാരണം നിന്റെ ജീവിതം കാണുമ്പോ മനസ്സിലാക്കിക്കൊള്ളണം, റബ്ബിനോട് നീ നന്ദികേട് കൽപ്പനകൾ പാലിക്കുന്ന വിഷയത്തിലും അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയത്തിലുമാണ് അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്. അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നവൻ അവന്റെ വാദം സത്യമാണെങ്കിൽ അല്ലാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കും. അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹു
കൽപ്പിച്ച കാര്യങ്ങളെ എടുക്കും. നിസ്കാരം കളാക്കുന്ന മനുഷ്യ, നിനക്ക് റബ്ബിനോട് സ്നേഹമില്ല. സൗകര്യം കിട്ടിയ അവസ്ഥ, സൗകര്യം കിട്ടിയ സൗകര്യം കിട്ടിയ നല്ല കാര്യങ്ങൾ, എല്ലാം സൗകര്യം കിട്ടിയ നമുക്ക് പറ്റണം. ഇങ്ങോട്ട് ദുനിയാവിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മുൻഗണന ദുനിയാവിന്. അതാ നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുകയാണ്, എടോ നിന്റെ ജീവിതം നീ അള്ളാഹുവിനാണോ മുൻഗണന കൊടുക്കുന്നത്, അതേ നിന്റെ ജീവിതത്തിനാണോ നിന്റെ ഭൗതിക താല്പര്യങ്ങൾക്കാണോ നീ മുൻഗണന കൊടുക്കുന്നതെന്ന് അള്ളാഹു നിന്നെ പരീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ അടിമകളായ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിനെ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. നല്ല ജീവിക്കണം. പലിശ വാങ്ങുന്ന മനുഷ്യ, നിനക്ക് റബ്ബിനോട് സ്നേഹമില്ല. എത്ര സ്നേഹമാണ് നീ പറഞ്ഞാൽ നീ കള്ളമാണ് പറയുന്നത്. നിനക്ക് റബ്ബിനോട് സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിൽ നീ പലിശപ്പണിക്ക് നിൽക്കില്ല. ലോകത്ത് ജീവിക്കുന്ന മനുഷ്യ, അള്ളാഹുവിനോട് നിനക്ക് സ്നേഹമില്ല. കള്ള് കുടിക്കുന്നവനെ, അള്ളാഹുവിനോട് നിനക്ക് സ്നേഹമില്ല. അതേ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാത്തവരെ റബ്ബിനോട് അവർക്ക് സ്നേഹമില്ല. അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് അവൻ ജീവിക്കുമായിരുന്നു. അള്ളാഹു പറയുന്നതനുസരിച്ച് അവൻ ജീവിക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബിന്റെ ചര്യ അനുസരിച്ച് ജീവിക്കുമായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സ്നേഹമുണ്ടാവണം. നമുക്ക് വെറും വാക്കിൽ മാത്രം ഒതുങ്ങുന്ന സ്നേഹമായ പോരാ. പിന്നെ എന്തായിരിക്കണം? പ്രവർത്തിക്കണം. പ്രവൃത്തിയിൽ കൂടി ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം. ഹദീസിൽ കാണാം, മഹാനവറുകൾ വിശദീകരിച്ചത്, അതായത് അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളം എന്താണ്? അല്ലാഹുവിന്റെ ദിക്ർ ചെല്ലലാണ്. അപ്പോൾ അല്ലാഹുവിനോട് ദിക്ർ ചെല്ലലും എന്താണ്? അല്ലാഹുവിനോട് സ്നേഹമുണ്ട്, അവനോട് ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഖുർആനോട് ഇഷ്ടം വെക്കൽ, അല്ലാഹുവിന്റെ കലാമാണ്. അപ്പോൾ ഖുർആനോട് ഇഷ്ടം വെക്കലും അത് എന്താണ്? അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം വെക്കണം. അല്ലാഹുവിനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ്. അല്ലാഹുവിലേക്ക് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും അതിലേക്ക് പ്രിയം വെക്കൽ, അതെല്ലാം അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുക. അതേപോലെ തന്നെ മതപരമായ സർവകാര്യങ്ങളെയും സ്നേഹിക്കുക. ഇതെല്ലാം അല്ലാഹുവിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. സഹോദരന്മാരെ, ഹദീസിൽ കാണാം, മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു. അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റുള്ള സർവ്വരെക്കാളും അവൻ സ്നേഹിക്കണം.
മനുഷ്യൻ ഇഷ്ടപ്പെടലാണ്. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവൻ ഒരു മനുഷ്യനെ ഒരാളെ അവൻ ഇഷ്ടപ്പെടലാണ്. അവൻ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ല. അപ്പോൾ അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം ഒരാൾ ഇഷ്ടപ്പെടേണ്ടത്. അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം ഇഷ്ടപ്പെടേണ്ടത്. തീയിലേക്ക് എറിയപ്പെടുന്നത് പോലെ കുഫറിലേക്ക് മടങ്ങുന്നതിനെ അവൻ വെറുക്കണം. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനിക്ക് ഈമാനിന്റെ മാധുര്യം ലഭിച്ചു എന്ന് ഹദീസിൽ കാണാം. സഹോദരന്മാർ, അപ്പോൾ ഈ വിശദീകരണം നടത്തുക എല്ലാം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് സമയം തീർന്നു. അപ്പൊ 50 ദിവസം നിന്ന് പൂർത്തിയാണ്. അപ്പോൾ സഹോദരന്മാരെ, സൃഷ്ടികളായ നമ്മൾ സൃഷ്ടാവായ അല്ലാഹുവിനെ സ്നേഹിക്കാം. അപ്പോൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് പ്രഭു പറഞ്ഞു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലുതാണ്. അവൻ ഇങ്ങോട്ട് സൃഷ്ടികളെ സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെയാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അല്ലാമ സ്വഹബ റഹിമഹുല്ലാഹ് പറഞ്ഞത് പോലെ എന്താണ്? സൃഷ്ടികൾക്ക് അനുഗ്രഹം ചെയ്യുന്നവനാണ്. അല്ലാഹു സൃഷ്ടികളെ സ്നേഹിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം സൃഷ്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകുന്നു, അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ഉദ്ദേശപ്രകാരം അല്ലാഹുവിന്റെ ലീലയിലേക്കാണ് ഈ ഇസ്മ മടങ്ങുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യണമെങ്കിൽ അവൻ പൊരുത്തപ്പെട്ട ആൾക്കാർക്ക് അനുഗ്രഹം ചെയ്യും. അപ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തം, സൃഷ്ടികളോട് അല്ലാഹുവിന്റെ പൊരുത്തം ഉണ്ടാകുക ഈ ഒരു അവസ്ഥ. എന്തായാലും ഈ 2 വിശദീകരണം അനുസരിച്ച് ബഹുമാനപ്പെട്ട അല്ലാമ സ്വഹബ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞത് ആദ്യത്തേത് സൃഷ്ടികൾക്ക് അനുഗ്രഹം കഴിഞ്ഞു കൊടുക്കുക, ഇതാണ് ഒന്ന്. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിക്കുക. ഇനി ഇതേപോലെ മറ്റു പല വ്യാഖ്യാനങ്ങളും മറ്റിമാമിയങ്ങൾ മഹാന്മാർ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞത് കാണാം. എന്താണ്? അൽ-വദൂദ് ഹുവല്ലദീ യുഹിബ്ബുൽ ഖൈറ ലിജമീഇൽ ഖൽഖ്. മുഴുവൻ സൃഷ്ടികൾക്കും ഖൈറിനെ ഇഷ്ടപ്പെടുന്നവൻ അതാണ് അൽ-വദൂദ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൃഷ്ടികൾക്ക് ഖൈറിനെ ഇഷ്ടപ്പെടുന്നതിൽ കൂടിയിട്ട് അവന്റെ സൃഷ്ടികൾക്ക് അനുഗ്രഹം ചെയ്യുന്നു. അതേപോലെ തന്നെ സൃഷ്ടികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിച്ചു പറയുന്നു. സൃഷ്ടികൾക്ക് അനുഗ്രഹം ചെയ്യുക, അതേപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സ്തുതിച്ചു പറയുക. ഫൈദാ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി. ഖുദ്സിയായ ഹദീസിൽ കാണാൻ റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്റെ അടിമ അവൻ സ്വന്തം നിലയിൽ എന്നെ സ്മരിച്ചാൽ ഞാൻ സ്വന്തം നിലയിൽ അവനെയും സ്മരിക്കും. ഒരു സംഘത്തിൽ വെച്ചിട്ടാണ് അവൻ എന്നെ സ്മരിക്കുന്നതിൽ എന്നെ കുറിച്ച് അവൻ പറയുന്നതെങ്കിൽ ആ സംഘത്തെക്കാൾ അവൻ ഏതൊരു സംഘത്തിലാണെന്ന് പറയുന്നത് ആ സംഘത്തിനേക്കാൾ സംഘത്തിൽ വെച്ച് ഞാൻ അവനെ കുറിച്ച് പറയും, അതായത് മലക്കുകളോട് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിൽ കൂടിയിട്ട് സൃഷ്ടികളെ മലക്കുകളോട് പ്രശംസിച്ചു പറയും. അങ്ങനെയും ഇതിന്റെ വിശദീകരണങ്ങളുടെ വ്യാഖ്യാനമുണ്ട്. നിർമ്മാണത്തിൽ പറയുന്നതാണ് മഹബ്ബ ഫീ സിഫത്തിൽ ഹഖ് ലിഇബാദിഹി റഹ്മത്തുഹു അലൈഹിം. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമകളോട് സ്നേഹമുള്ളവരാണെന്നതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ സിഫത്തുകൾ റഹ്മത്തുഹു അലൈഹിം,
ഇവരോട് സൃഷ്ടികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് റഹ്മത്ത് ചെയ്യുന്നു, കാരുണ്യം കാണിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ അതേപോലെ തന്നെ സൃഷ്ടികൾക്ക് നല്ലതിനെ ഉദ്ദേശിക്കുക. അവരുദ്ദേശിക്കുന്നത് സൃഷ്ടികൾക്ക് നല്ലതിനെ, സൃഷ്ടികൾക്ക് നല്ലതുണ്ടാകണം എന്ന് ഉദ്ദേശിക്കുക. അവരെ മധു ചെയ്യൽ, ഇതൊക്കെ ഇതിന് പറഞ്ഞ അർത്ഥങ്ങളാണ്. ഇതിൽ നിന്ന് സൃഷ്ടികൾ ഈ എന്ന് പറയുന്ന ഈ ഇസ്മിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? നമ്മൾ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടണം, സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, അതേപോലെ തന്നെ കഴിയുന്നത് പോലെ സൃഷ്ടികൾക്ക് ഗുണം ചെയ്യണം. ഇതാണ് ഈ ഇസ്മിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇനി അടുത്ത 49ാമത്തെ ഇസ്മ. അൽ മജീദ്. അൽ മജീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയ മഹത്വമുള്ളവനെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞത്. അൽ മജീദ് എന്നാൽ ദാത്തിൽ മഹത്വമുള്ളവൻ, അതേപോലെ തന്നെ സിഫത്തിൽ സുന്ദരനായവൻ, വലിയ ദാനം നൽകുന്നവൻ എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അൽ മജീദ് എന്ന ഇസ്മിനെ വ്യാഖ്യാനിച്ചത്. സാധാരണ നമ്മൾ വലിയ മഹത്വമുള്ളവനെന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. ഇനി അതിൽ നിന്ന് അൽ മജീദ് എന്ന് പറയുന്ന ഇസ്മിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ട പാഠം ജനങ്ങളോടുള്ള പെരുമാറ്റം നാം നന്നാക്കണം, അതേപോലെ തന്നെ സർവ്വ സ്വഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ജീവിക്കണം. ഇനി 50ാമത്തെ ഇസ്മ. ഞാൻ ചുരുക്കി പറഞ്ഞു പോകുന്നതാണ്, വിശദീകരിക്കാൻ സമയം പോരാ, അതുകൊണ്ടാണ് 50ാമത്തെ ഇസ്മ. അൽ-ബാഇസ്. അൽ-ബാഇസ് എന്ന് പറഞ്ഞാൽ പുനരുജ്ജീവിപ്പിക്കുന്നവൻ. ബഅസിന് നിയോഗിച്ചു എന്നൊരർത്ഥം. ബഅസിന് നിയോഗിച്ചു എന്ന് സാധാരണ അൽ-ബാഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥം പറയാറുള്ളത് പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് അർത്ഥം പറയാറുള്ളത്. എങ്കിലും 2-3 അർത്ഥം ഇവിടെ ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ബഅസിനെ നിയോഗിച്ചൊരർത്ഥം, അതനുസരിച്ചുകൊണ്ട് അൽ ബാഇസ് എന്ന് പറഞ്ഞാൽ ജനസമൂഹങ്ങളിലേക്ക് നിയമങ്ങളും വിജ്ഞാനങ്ങളുമായി മുർസലീങ്ങളെ നിയോഗിച്ചവൻ. അതാണ് ബഅസ്, അതാണ് അൽ ബാഇസ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് മുർസലീങ്ങളെ നിയോഗിച്ചു എന്നൊരർത്ഥമാണ്. ഇനി മറ്റൊരർത്ഥമാണ് മരണാനന്തരം സൃഷ്ടികളെ പുനരുജ്ജീവിപ്പിക്കുന്നവൻ. മരണാനന്തരം സൃഷ്ടികളെ പുനരുജ്ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവിന് അൽ ബാഇസ് എന്ന് പേര് പറയും. അപ്പോൾ അൽ ബാഇസ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. ഒന്ന് സൃഷ്ടികളിലേക്ക്, ജനസമൂഹങ്ങളിലേക്ക് മുർസലീങ്ങളെ നിയോഗിക്കുന്നവൻ. മരണാനന്തരം രണ്ട് മരണാനന്തര സൃഷ്ടികളെ പുനരുജ്ജീവിപ്പിക്കുന്നവൻ. അതേപോലെ തന്നെ വേറെ അഭിപ്രായ പ്രകാരം സൃഷ്ടികൾക്ക് റിസ്കിനെ സജീവമാക്കുന്നവൻ എന്ന മാത്രം പറയുന്നത് കാണാം. ഇതനുസരിച്ച് നിർജീവമായതിനെ സജീവമാക്കുന്നവനാണ് അല്ലാഹു. നിർജീവമായതിനെ അല്ലാഹു സജീവമാക്കുന്നു. ഉദാഹരണമായി കൃഷി ഉണങ്ങിക്കിടക്കുക. അങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന കൃഷിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചയായി അതിനെ സജീവമാക്കുന്നു.
ഇത് കൃഷിയെ പുനരുജ്ജീവിപ്പിക്കലാണ്. നമ്മൾ ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ നല്ല മഴ വർഷിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അതിലിങ്ങനെ പുല്ലുകളും ചെടികളൊക്കെ മുളച്ചു വരും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയെ മഴ വർഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സജീവമാക്കുകയാണ്. ഇനി സഹോദരന്മാരെ, മനുഷ്യന് വിജ്ഞാനമില്ലാത്ത അവസ്ഥ അത് നിർജീവാവസ്ഥയാണ്. മനുഷ്യന് വിജ്ഞാനമില്ല. അപ്പോൾ മനുഷ്യന് വിജ്ഞാനം നൽകി വിജ്ഞാനം നേടി അവൻ സജീവമാകണം. ഇനി അതേപോലെ തന്നെ ഉറക്കത്തിൽ നിന്നിട്ട് ഉണരുന്നതിന് എന്താണ് ഈ ബഅസിനെ അവിടെയും ഉപയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണമല്ലോ. ഉറക്കം എന്ന് പറയുന്നത് ഒരു മരണമാണ്. അപ്പോൾ ആ മരണത്തിൽ നിന്നുള്ള പുനർജന്മം, ഈ ഉണർച്ച, അതിനെയാണ് ഉണർച്ച എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം, വഹുവല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറഹ്തും ബിന്നാരി സുമ്മ യബ്അസുകും ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളവൻ വഫാത്താക്കുന്നു, അതായത് നിങ്ങളുടെ റൂഹ് അവൻ പിടിച്ചെടുക്കുന്നു. പകൽ സമയത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ അവനറിയും, അതും അവൻ അറിയുന്നു. പിന്നെ നിങ്ങളെ അവൻ പുനരുജ്ജീവിപ്പിക്കുന്നു, അതായത് നിങ്ങളുടെ റൂഹിനെ മടക്കി തരുന്നു. പകൽ സമയത്ത്, പകൽ സമയത്ത് അതായത് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ റൂഹുകളെ പിടിക്കുന്നു, പിന്നെ നിങ്ങൾ ഉണരുന്ന സമയത്ത് നിങ്ങളുടെ റൂഹുകളെ തിരിച്ചു തരുന്നു. ഇവിടെ എന്നാണ് അവയെ പറഞ്ഞിട്ടുള്ളത്. അതിനെ ഉണർച്ചയെ സംബന്ധിച്ച് അവിടെ പ്രയോഗിച്ചത് കാണാം. അതുപോലെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആത്മാക്കളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചെടുക്കുകയാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചില സുന്നത്തായ ഒരു ദുആയിൽ തന്നെ നമുക്ക് കാണാം. എന്താണ്? ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക നഫ്സി. അല്ലാഹുവേ, ഈ ഉറക്കത്തിൽ ആത്മാവിനെ നീ പിടിച്ചെടുത്താൽ ഫർഹംഹാ, അതുകൊണ്ട് നീ കാരുണ്യം കാണിക്കണം. വൈൻ അർസൽതാ, നീ എന്റെ ആത്മാവിനെ തിരിച്ചു തരുകയാണെങ്കിൽ, ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഉണരുന്ന സമയത്ത് എന്റെ ആത്മാവിനെ നീ തിരിച്ചു തരുകയാണെങ്കിൽ ആത്മാവിനെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ബിമാ തഖബലു ബിഹി ഇബാദത സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ അവരെയും ആത്മാക്കളെയൊക്കെ എങ്ങനെയാണ് ഏതുകൊണ്ടാണോ നീ സംരക്ഷിക്കുന്നത്, അതുകൊണ്ട് എന്നെയും എന്റെ ആത്മാവിനെയും നീ സംരക്ഷിക്കണേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസ് ചെയ്യുന്നവനാണ്. ഇവിടെ നിന്ന് മരണാനന്തരം മഹ്ശറയിലേക്ക് ജനങ്ങളെ യാത്രയാക്കുന്നു, പുനരുജ്ജീവിപ്പിക്കുന്നു, നിർജീവമായതിനെ സജീവമാക്കുന്നു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ജനസമൂഹങ്ങളിലേക്ക് മുർസലീങ്ങളെ പറഞ്ഞയക്കുന്നു. ഇതൊക്കെ അൽ ബാഇസ് എന്നതിന്റെ വിശദീകരണങ്ങളാണ്. ഇനി സഹോദരന്മാരെ, ഈ ഇസ്മിൽ നിന്നിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം അൽ ബാഇസ് എന്ന് പറയുന്ന ആ ഇസ്മിൽ നിന്നിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണെന്ന് അറിയും.
നമ്മൾ ഓരോരുത്തരും ഇൽമ കൊണ്ട് സജീവമാകണം. ജനങ്ങളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കണം. മനസ്സിലായി? ജനങ്ങളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കുന്നവരാണ്. കഴിയുന്നത് പോലെ നമ്മൾ പ്രബോധനം ചെയ്യുന്നവരാകും. ഈ അൽ-ബാഇസ് എന്ന് പറയുന്ന ഇസ്മിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ് നിയോഗിക്കുന്നവൻ. അതായത് ജനങ്ങളിലേക്ക് എന്താണ് അമ്പിയാക്കളെ നിയോഗിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായി? അതേപോലെ തന്നെ പുനരുജ്ജീവിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോ ഈ ഇസ്മിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണ്? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇൽമിനെ സജീവമാക്കുന്നവരാകണം. വിജ്ഞാനം സ്വന്തം നിലയിൽ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് വിജ്ഞാനമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നിർജ്ജീവാവസ്ഥയാണ്. അപ്പോ നിർജ്ജീവാവസ്ഥയൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജ്ഞാനം പഠിച്ച് സജീവമാകാം. ഇസ്ലാം എന്നല്ലേ? ഇൽമ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജീവനാണ്. അപ്പോൾ ഇസ്ലാമിന്റെ ജീവൻ തന്നെ ഇൽമാണ്. അപ്പോൾ ഇൽമ കിട്ടുമ്പോഴാണ് ശരിയായ ആത്മീയമായ ജീവൻ മനുഷ്യനിക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? ഇൽമ നമ്മൾ പഠിക്കണം. അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർ കഴിയുന്നത് പോലെ മറ്റുള്ളവരെ ഉപദേശിക്കണം. നന്മയിലേക്ക് ക്ഷണിക്കണം. നന്മയെ പുനരുജ്ജീവിപ്പിക്കണം. മനസ്സിലായി? ഇതാണ് നമ്മൾ ഓരോരുത്തരും. ഉസ്താദുമാരുടെ മാത്രം പണിയല്ല. ഇത് ഓരോരുത്തർക്കും കാരണമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് റൂമിൽ കൂടി ഞാൻ ഈ ക്ലാസ് എടുക്കുന്നു. അത് ഈ പറഞ്ഞതിൽ പെട്ടതാണ്. ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. ഇൽമിനെ സജീവമാക്കുകയാണ്. അറിയാത്ത ആൾക്കാർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക. അതേതാണ്? ഇൽമിനെ സജീവമാക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പോ വീട്ടിലെ സ്ത്രീകൾക്ക് അവർക്ക് കഴിയുന്നത് പോലെ എന്ത് ചെയ്യാം? ഇൽമിനെ സജീവമാക്കാം. കുട്ടികൾ അവർക്കും കഴിയുന്നത് പോലെ ഇൽമിനെ വിജ്ഞാനത്തെ സജീവമാക്കാം. അപ്പോൾ അല്ലാഹുവിന്റെ ദീനിന്റെ പുരോഗതി, ആ പുരോഗതിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം ഓരോരുത്തരും അവരാൽ കഴിയുന്നത് പോലെ ചെയ്യണം. അതാണ് അൽ-ബാഇസ് എന്നുള്ള ഇസ്മിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഓരോരുത്തർ കുട്ടികൾ അവരുടേതായ നിലയിൽ, സ്ത്രീകൾ അവരുടേതായ നിലയിൽ. ഉദാഹരണം, സ്ത്രീകൾ ചില സ്ത്രീകൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. വീട്ടിൽ നിന്നിട്ട് ജോലിക്കോ മറ്റോ കഴിയാത്ത സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകൾ അവരുടെ കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ള സ്ത്രീകൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അവിടെ ഒരു തെറ്റ് കാണുമ്പോഴത്തേക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മക്കളെ നല്ല നിലയിലേക്ക് ഇവിടെ വളർത്തിക്കൊണ്ടുവരണം. അവർക്ക് നല്ല കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല സ്വഭാവങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ കുട്ടികൾ, മക്കൾ അവരുടെ കൂട്ടുകാരോട് അവർക്ക് ആ കൂട്ടുകാർക്ക് നല്ല കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. അവർക്ക് കൂട്ടുകാരെ ഉപദേശിച്ചു കൊടുക്കണം. എല്ലാം കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓരോരുത്തരും ഏതൊരു മേഖലയിലാണ് നിലനിൽക്കുന്നത്. ഡോക്ടറാണെങ്കിൽ ഡോക്ടർക്ക് ആ മേഖലയിൽ ദീനീ പ്രവർത്തനം നടത്താം. എഞ്ചിനീയർക്ക് അയാളുടെ മേഖലയിൽ, ടീച്ചർക്ക് അയാളുടെ മേഖലയിൽ, ഡ്രൈവറാണെങ്കിൽ അയാളുടെ മേഖലയിൽ, ഓരോരുത്തർക്കും അവരുടേതായ മേഖലയിൽ അവർക്ക് ദീനീ ഖിദ്മത്ത് ചെയ്യാം. അങ്ങനെ ദീനിന് വേണ്ടി സജീവമാകാൻ, സജീവമായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങളൊരു കുട്ടിയുടെ ചരിത്രം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരു കുട്ടി, ആ കുട്ടിയുടെ കഴിവ് ഉപയോഗിച്ച് അല്ലാഹുവിന്റെ ദീനിനെ സജീവമാക്കിയത്, അതിന്റെ ഒരു ഉദാഹരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണത്? മുമ്പ് പഴയ കാലത്ത്
ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് സിഹർ കൊടുക്കുന്ന അയാളുടെ ഒരു സാഹിറായ ഒരു ജാലവിദ്യക്കാരൻ ഈ രാജാവിനുണ്ടായിരുന്നു. ഇയാൾ പ്രായക്കായപ്പോ രാജാവിനോട് പറഞ്ഞു, ഒരു കുട്ടിയെ നിങ്ങൾ വിട്ടു തരികയാണെങ്കിൽ എന്റെ ഈ സിഹർ വിദ്യകളെല്ലാം അവനോട് പഠിപ്പിച്ചു കൊടുക്കാം എന്ന് ഈ രാജാവിനോട് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടിയെ സിഹർ വിദ്യ പഠിപ്പിക്കുന്നതിന് വേണ്ടി രാജാവ് നിശ്ചയിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ ഈ സിഹർ വിദ്യക്കാരന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഈ കുട്ടി എല്ലാ ദിവസവും ഇങ്ങനെ സിഹർ വിദ്യ പഠിക്കും. എന്നിട്ട് അയാൾ അവന്റെ വീട്ടിൽ തിരിച്ചു പോകും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ സാഹിറിന്റെ, അതായത് ഈ സിഹർ വിദ്യക്കാരന്റെ വീട്ടിലോട്ട് പോകുമ്പോ അയാൾ അടുക്കൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോ വഴിയിൽ ഒരു റാഹിബായ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അതായത് ഇബാദത്തൊക്കെ ചെയ്ത് ജീവിക്കുന്ന സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ, റാഹിബ് എന്ന് പറയാറുണ്ട് പഴയകാലം. അങ്ങനെ ഒരു റാഹിബ് അവിടെ ജീവിച്ചിരിക്കുക. അങ്ങനെ ഈ കുട്ടി റാഹിബുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ റാഹിബിന്റെ അടുക്കൽ വന്നിരുന്നിട്ട് കുട്ടി ചില കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ റാഹിബിന്റെ അടുക്കൽ വന്നിരുന്ന് പഠിക്കുന്ന സമയത്ത് സാഹിറിന്റെ അടുക്കൽ പോകാൻ സമയം വൈകും. അങ്ങനെ സാഹിറിന്റെ അടുക്കൽ സിഹർ വിദ്യക്കാരന്റെ അടുക്കൽ പോകാൻ സമയം വൈകുമ്പോഴത്തേക്ക്, അങ്ങനെ സമയം വൈകി സിഹർ വിദ്യക്കാരന്റെ അടുക്കൽ ചെല്ലുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ കുട്ടി അടിക്കും. അപ്പോൾ ഈ വിഷയം ഈ റാഹിബിനോട് വരാതെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. എന്താണ്? നീ സാഹിറിന്റെ അടുക്കൽ പോയി നീ എന്താണ് എന്തുകൊണ്ട് താമസിക്കുമെന്ന് പറഞ്ഞാൽ എന്ത് പറയണം? അത് വീട്ടിൽ നിന്ന് വരാൻ വൈകിയതാണ് എന്നുള്ള നിലയിൽ അവിടെ പറയണം. വീട്ടിൽ താമസിക്കുകയാണെങ്കിലോ അത് സാഹിറിന്റെ അടുക്കൽ വരാൻ വൈകിയതാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാകണമെന്ന് ഈ മഹാൻ ഈ കുട്ടിയെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ കുറെ നാൾ എങ്ങനെ പോയി പോകുന്ന വഴിയടിയിൽ റാഹിബിന്റെ അടുക്കൽ പോയിട്ട് പഠിക്കും, അവിടെ പോയി സിഹറും പഠിക്കും. അങ്ങനെ രണ്ട് പരസ്പര വിരുദ്ധമായ രണ്ട് വിജ്ഞാനങ്ങളാണ് ഈ കുട്ടി പഠിക്കുന്നത്. പരസ്പര വിരുദ്ധമായ, ഒന്ന് നല്ല ശുദ്ധമായ വിജ്ഞാനം, മറ്റൊന്ന് ഏതാണ്? ആവശ്യമില്ലാത്ത അധികാര വിദ്യ. ഇത് രണ്ടും കുട്ടി പഠിക്കുന്നു. ആ സമയത്ത് ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ വഴിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതാ ഒരു മൃഗം ജനങ്ങൾക്ക് വഴതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു മൃഗം അവിടെ നിൽക്കുന്നു. അപ്പോ ഈ കുട്ടി തീരുമാനിക്കുകയാണ്, ഞാൻ രണ്ടാൾക്കാരുടെ പോയി രണ്ടറിവ് പഠിക്കുകയാണ്. സാഹിറിന്റെ അടുക്കൽ പോയി സിഹർ പഠിക്കുന്നു, റാഹിബിന്റെ അടുക്കൽ പോയി നല്ല കാര്യങ്ങളും പഠിക്കുന്നു. ആരാണ് ഈ രണ്ടാൾക്കാരിൽ ആരാണ് ശരി? അത് ശരിയായ ആരാണ് ഖൈർ? ആരാണ് രണ്ടാൾക്കാരിൽ നിന്ന് ഉത്തമൻ? ഇതറിയാൻ വേണ്ടിയിട്ട് അതാ ഈ കുട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തറിയോ? ഒരു കല്ലെടുത്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്, അല്ലാഹുവേ, ഈ റാഹിബായ മനുഷ്യനാണ്, റാഹിബിന്റെ അമ്രാനായിട്ട് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളായ അയാളുടെ കാര്യമാണ്. സാഹിറിന്റെ കാര്യത്തെക്കാൾ ഖൈറെങ്കിൽ, നിനക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അല്ലാഹുവേ ഈ മൃഗത്തെ നീ കൊല്ലണേ അല്ലാഹ്. ജനങ്ങൾക്ക് നടന്നു പോകാൻ, ജനങ്ങൾക്ക് വഴി നടക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ ഈ മൃഗത്തെ നീ അങ്ങ് കൊല്ലണേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഈ കുട്ടി ഒരു കല്ലെടുത്തിട്ട് ഈ മൃഗത്തെ അങ്ങ് എറിഞ്ഞു. അതാ മൃഗം അവിടെ ജനങ്ങൾ വിട്ടുകടന്നുപോയി. അവർക്ക് യാത്ര സുഖമായി, തടസ്സം മാറി.
അങ്ങനെ റാഹിബിന്റെ അടുക്കൽ ഈ കുട്ടിയെത്തി ഈ വിവരം റാഹിബിനോട് പറഞ്ഞു. അപ്പോൾ റാഹിബ് പറയാണ്, മോനെ എന്നെക്കാൾ നീയാണ് ശ്രേഷ്ഠൻ, മോനെ നീയാണെന്നെക്കാൾ ശ്രേഷ്ഠൻ, അതുകൊണ്ട് മോനെ നീ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ വെളിപ്പെട്ടു, ഇതിന്റെ കാര്യം വെളിപ്പെട്ടു, ജനങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. മോനെ നീ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് പറയരുത്. അങ്ങനെ ഈ കണ്ണുകാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് ഈ കുട്ടി കണ്ണിന്റെ കാഴ്ച കൊടുക്കുന്നു. അതേപോലെ തന്നെ അതേ കുട്ടി വെള്ളപ്പാണ്ട് രോഗികളെയും മറ്റുള്ള രോഗികളെയൊക്കെ കുട്ടി ഇങ്ങനെ ചികിത്സിച്ചിട്ട് അവരുടെ രോഗങ്ങളൊക്കെ ഇങ്ങനെ ശിവയാക്കുന്ന സുഖപ്പെടുത്തുന്നു. ഈ വിവരം രാജാവിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ മന്ത്രി അറിഞ്ഞു. മന്ത്രി കരകരാണ്, കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ്. ആ മന്ത്രി കുട്ടിയുടെ അടുക്കലേക്ക് ധാരാളം സമ്മാനങ്ങളുമായി വന്നു. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു, മോനെ നീ എന്റെ കണ്ണിനെ സുഖപ്പെടുത്തി തരണം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞതെന്നറിയോ, ഞാനല്ല ശിവയാക്കുന്നത്, ശിവയാക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലാഹു നിന്റെ രോഗം ശിഫയാക്കി തരും. അങ്ങനെ മന്ത്രി അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് കിട്ടിയ ഒരു അവസരം കിട്ടിയവർ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും അവരുടെ മേഖലകളിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും അവരുടെ മേഖലകളിൽ കൊണ്ടുകൊണ്ട് ദീനീ പ്രവർത്തനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ജീവൻ മാർഗം തരുമ്പോൾ ദുനിയാവ് സമ്പാദിക്കാൻ വേണ്ടി മാത്രം അതിൽ ഉപയോഗപ്പെടുത്താതെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കൂടിയുള്ള ഖിദ്മത്ത് അതിൽ കൂടി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടിക്ക് അത്ഭുതകരമായ നിലയിൽ കൂടിയുള്ള കറാമത്ത് കൊടുത്തപ്പോൾ അതിൽ കൂടി അല്ലാഹുവിന്റെ ദീനിനെ സജീവമാക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ആ കുട്ടിയുടെ അടുക്കൽ വലിയ വലിയ സമ്മാനങ്ങളുമായി വന്ന മന്ത്രിയോട് പറയുകയാണ്, നിങ്ങളെ കണ്ണിന് കാഴ്ച അല്ലാഹു തിരിച്ചു തരും, അതിനു വേണ്ടി ഞാൻ ദുആ ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ മറ്റൊരുപാട് ദുആ ചെയ്തു. അയാളുടെ കാഴ്ച തിരിച്ചു കിട്ടി. അങ്ങനെയോ ഈ കാഴ്ച തിരിച്ചു കിട്ടിയ ശേഷം രാജാവിന്റെ സദസ്സിലേക്ക് മന്ത്രി ചെല്ലുന്നു. അപ്പൊ ചോദിച്ചു, ആരാണ് നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, രാജാവ് ചോദിക്കുന്നു, വൈരി ഞാനല്ലാത്ത റബ്ബുണ്ട് അവനക്ക്? ഞാനല്ലേ റബ്ബ്? അഹങ്കാരികളായ രാജാക്കന്മാർ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുക്കുമ്പോ അതിന്റെ പേരിൽ അഹങ്കരിച്ച റബ്ബാന റബ്ബുക്കുമല്ലാന്ന് പറഞ്ഞാലല്ലേ ഫിർഔന്. അതേപോലെ റബ്ബായി നടിച്ച ഒരാളെ രാജാവാണ് ഇയാള് ചോദിക്കുന്നു, ഞാനല്ലാത്ത റബ്ബ് നിനക്ക് വേറെയുണ്ടോ? അപ്പോൾ മന്ത്രി പറഞ്ഞു, റബ്ബി എന്റെയും റബ്ബ് അല്ലാഹുവാണ്. അങ്ങനെ മന്ത്രിയെ ഇങ്ങോട്ട് പിടിച്ച് അയാൾ അങ്ങോട്ട് ശിക്ഷിക്കാൻ തുടങ്ങി. ഇതെവിടാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ അയാളോട് ചോദിച്ചിട്ട് അയാളെ വല്ലാതെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. അവസാനം ഈ മന്ത്രി കുട്ടിയെ പറഞ്ഞു കൊടുത്തു. കുട്ടിനാണ് കിട്ടിയത്. അങ്ങനെ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നിട്ട് രാജാവ് പറഞ്ഞു, നീ സിഹർ പഠിച്ചിട്ട് ജനങ്ങൾക്ക് ജന്മനാ അന്ധത നീ മാറ്റിക്കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് നീ മാറ്റിക്കൊടുക്കുന്നുണ്ടല്ലോ, നീ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞു,
ഞാൻ ആർക്കും ശിവ നൽകുന്നില്ല, ശിവ നൽകുന്നത് അല്ലാഹുവാണ്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ചിട്ട് നല്ലവരെ അഴിച്ചു, ഉപദ്രവിച്ചു, ശിക്ഷിച്ചു. എവിടെയാണ് നിനക്ക് കിട്ടിയത്? അങ്ങനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ റാഹിബിനെ കൊണ്ടുവന്നു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിന്റെ മതത്തിൽ നീ മടങ്ങണം, നിന്റെ മതത്തിൽ നീ മടങ്ങണം. അപ്പോൾ സമ്മതിച്ചു. അയാൾ മടങ്ങില്ല. അങ്ങനെ എന്ത് ചെയ്തെന്നറിയുമോ? പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്നിട്ട് അയാള് പിന്മാറാത്തത് കൊണ്ട് ഈർച്ചവാള് കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിച്ച് രാജാവ് കൽപ്പിച്ചു. എന്നിട്ട് ആ വാള് കൊണ്ടുവന്നിട്ട് റാഹിബിന്റെ തലയിൽ വെച്ചു. മൂറാവിൽ വെച്ചിട്ട് 2 പിളർപ്പായി എന്നെ പുലർത്തി കളഞ്ഞു. പിന്നെ രാജാവിന്റെ മന്ത്രിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ മന്ത്രിയോടെ പറഞ്ഞു, മടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിയും മടങ്ങിയില്ല. അയാളുടെ തലയിലും അയാളുടെ മകളാവിലും വാള് വെച്ചു 2 പുലർത്തി കളഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ പിടിച്ചിട്ട് അയാൾ ഒരു കൂട്ടം പട്ടാളക്കാരെ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ഈ കുട്ടിയെ കൊണ്ട് നിങ്ങൾ പോകണം, എന്നിട്ട് പർവ്വതത്തിന്റെ മുകളിൽ കയറണം. എന്നിട്ടോ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം? ഈ കുട്ടി അവന്റെ മതത്തിൽ നിന്ന് മാറിയില്ല എങ്കിൽ ഇവനെ പർവ്വതത്തിൽ തള്ളിയിട്ട് കൊന്നുകളയണം. ഇതാണ് രാജകൽപ്പന. അങ്ങനെ പട്ടാളക്കാർ ഈ കുട്ടിയെ കൊണ്ടുപോയി പർവ്വതത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് കുട്ടിയോടെ എത്തിയപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഇവർക്ക് മതിയായ ശിക്ഷ നീ നൽകണം. പർവ്വതം വിറച്ചു. പട്ടാളക്കാരെല്ലാം വീണ് മരിച്ചുപോയി. അങ്ങനെ ഈ കുട്ടിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. ഈ കുട്ടിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. കുട്ടി രക്ഷപ്പെട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും അവർക്ക് കഴിയുന്നതുപോലെ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കണം. ദീനീ കാര്യങ്ങൾ സജീവമാകണം. ഈ കുട്ടി വീണ്ടും രാജാവിന്റെ അടുക്കൽ പോയാൽ എന്നെ കൊണ്ടുപോയാൽ കിടക്കവിടെ പോയി. ഈ കുട്ടി പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കേൾക്കേണ്ടത് മതിയായത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പട്ടാളക്കാരെ വീണ്ടും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കൊണ്ടുപോയി. എങ്ങനെ ഇവിടെ കൊണ്ടുപോകണം? ഒരു ചെറിയ കപ്പലിൽ കയറിയിട്ട് കടലിലോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് മധ്യത്തെത്തിയിട്ട് ചോദിക്കണം, നിന്റെ ദീനം മാറാൻ തയ്യാറുണ്ടോ? മാറിയില്ലെങ്കിൽ ഓനെ അവിടെ വലിച്ചെറിഞ്ഞോളണം. പട്ടാളക്കാരി കുട്ടിയായിട്ട് വീടുന്ന ഈ ചെറിയ കപ്പലിൽ ഇങ്ങനെ കടലിൽ സഞ്ചരിച്ചു. എന്നിട്ട് കുട്ടിയോട് ആവശ്യപ്പെട്ടു, മാറാൻ വേണ്ടി റബ്ബിനോട് മതിയായ ചെയ്തു. അല്ലാഹുവേ, ഇവർക്ക് മതിയായ നീ കൊടുക്കണേ എന്ന് ദുആ ചെയ്തപ്പോൾ കപ്പൽ നശിച്ചുപോയി. പട്ടാളക്കാര് മരിച്ചുപോയി. അങ്ങനെ ഇതാ വീണ്ടും കുട്ടിക്ക് രക്ഷപ്പെടാമായിരുന്നു. കുട്ടി രക്ഷപ്പെട്ടില്ല. കുട്ടി വീണ്ടും രാജാവിന്റെ അടുക്കലേക്ക് വരികയാണ്. കാരണം ഇവിടെ അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ടാണ് മഹാന്മാര് പ്രവർത്തിക്കുന്നത്. അങ്ങനെ സ്വന്തം ജീവൻ പോയാലും അല്ലാഹുവിന്റെ നാമം ഈ ലോകത്ത് ഉറക്കെ കേൾക്കണം. ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നവരാകണം. അങ്ങനെ സ്വന്തം ജീവനെ പണയപ്പെടുത്താൻ വേണ്ടി ഈ കുട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ കുട്ടി വന്നുകൊണ്ട് രാജാവിന്റെ അടുക്കലേക്ക് വന്നപ്പോ രാജാവ് ചോദിച്ചു, ആൾക്കാരൊക്കെ എവിടെ പോയി, പട്ടാളക്കാരൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ
അപ്പോ കുട്ടി പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മതിയായത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രാജാവിനോട് രാജാവേ നിങ്ങൾക്ക് എന്നെ കൊല്ലണോ ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ആ മാർഗം അവലംബിച്ചാൽ മാത്രമേ എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുള്ളൂ രാജാവേ. എന്നിട്ട് രാജാവിനോട് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മൈതാനിയിൽ ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടണം, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കൊലമരത്തിൽ നിങ്ങൾ എന്നെ നാട്ടണം. എന്നിട്ട് എന്റെ ആമനാളിൽ നിന്നൊരു അസ്ത്രമെടുക്കണം നിങ്ങൾ. എന്നിട്ടതാ നിങ്ങൾ അതിനെ എന്നിലേക്ക് എഴുതി വിടണം. എഴുതി വിടുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ നിങ്ങൾ പറയണ എന്ത് പറയണമെന്നറിയോ? ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം. ഈ കുട്ടിന്റെ റബ്ബായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതി വിട്ടാൽ എന്നെ കൊല്ലാൻ നിങ്ങൾ കഴിയുന്നവരെ അങ്ങനെ രാജാവിനോട് പറഞ്ഞു. അങ്ങനെ മരിക്കാൻ തീരുമാനിച്ചു. ഈ കുട്ടിയെ കഴുക മരത്തിലേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് മൈതാനത്ത് ജനങ്ങളൊക്കെ രാജാവ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ കുട്ടി പറഞ്ഞതുപോലെ രാജാവ് ചെയ്തു. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് നിന്നിട്ട് ഒരു അസ്ത്രമെടുത്തിട്ട് ഒരു അമ്പെടുത്തിട്ട് വില്ലിൽ വെച്ചിട്ട് എഴുതി വിടാൻ പോകുന്നതിന് മുമ്പ് ഈ രാജാവ് പറയുകയാണ്, ജനങ്ങളൊക്കെ കേൾക്കുകയാണ്, അന റബ്ബു ഞാൻ റബ്ബാണെന്ന് പറഞ്ഞ വേറെ ഉണ്ടോ എന്ന് ചോദിച്ച ഈ രാജാവ് പറയാണ്, രാജാവ് വിചാരിച്ചിട്ട് കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. രാജാവ് വിചാരിച്ചിട്ട് കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഈ രാജാവ് പറയുകയാണ്, എന്താ അമ്പെയ്ത് വിടുന്നതിന് മുമ്പ് പറയുകയാണ് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് ഇറങ്ങി വിട്ടപ്പോൾ നേരെ പോയിട്ട് അതാ ആ കുട്ടിയുടെ ചെന്നിയിൽ തറയ്ക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ കയ്യ ചെന്നിയിൽ വെച്ചുകൊണ്ട് അതാ ഈ കുട്ടി ലോകത്തോട് വിട പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ദീൻ സ്വന്തം ജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ ഈ കുട്ടി കാരണം ഈ രാജാവിന്റെ നാവിൽ കൂടി തന്നെ അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ വാർത്ത ഈ രാജാവിന്റെ ഈ പ്രവർത്തനം ജനങ്ങൾ കണ്ടു. നേരിട്ട് കണ്ടപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ഈ കുട്ടിയെ കൊല്ലാൻ രാജാവിന് കഴിഞ്ഞില്ല. രാജാവിന് കഴിഞ്ഞില്ലല്ലോ. രാജാവിന്റെ മന്ത്രിമാർ രാജാവിന്റെ മന്ത്രിയെയും റാഹിബിനെയും കൊന്നു. അതേപോലെ തന്നെ ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പട്ടാളക്കാരെ ഏൽപ്പിച്ചു വിട്ടു. കുട്ടിക്കൊന്നും പറ്റിയില്ല. കൊണ്ടുപോയ പട്ടാളക്കാരാണ് മരിച്ചുപോയി നശിച്ചു പോയത്. എന്നാൽ ഈ കുട്ടി പറഞ്ഞു കൊടുത്ത മാർഗം അവലംബിച്ച് കുട്ടിന്റെ റബ്ബിന്റെ പേരിൽ എഴുതി വിട്ടപ്പോഴാണല്ലോ ഈ കുട്ടിക്ക് മരിക്കാൻ ഈ കുട്ടി മരിച്ചുപോയത്. അതുകൊണ്ട് കുട്ടിന്റെ റബ്ബാണ് യഥാർത്ഥ റബ്ബ്. അങ്ങനെ ജനങ്ങളെല്ലാം ഞങ്ങൾ കുട്ടിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം മുസ്ലിങ്ങളായാണ്, സത്യവിശ്വാസികളായാണ്. ഈ കുട്ടിന്റെ പ്രവർത്തനം ദീനീ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അങ്ങനെ സഹോദരന്മാരെ, ഈ അക്രമിയായ രാജാവ് എന്ത് എന്നറിയോ? അയാളാണ് അപ്പോഴാണ് അമൽ മനസ്സിലായി പോയത്. അപ്പോഴാണ് ഇയാളുടെ അബദ്ധം മനസ്സിലായി പോയത്. ജനങ്ങളൊക്കെ വിശ്വസിച്ചു പോയല്ലോ. അങ്ങനെ രാജാവ് വഴികളിൽ കിടങ്ങുകൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ വഴികളിൽ കിടങ്ങുകൾ ഉണ്ടാക്കുകയും
അവയിൽ തീയാളിക്കത്തിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നിട്ട് രാജാവ് പറഞ്ഞു, മതത്തിൽ നിന്ന് അവർ വിശ്വസിച്ച ആ മതത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാത്തവരെ ഈ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിയണം. അങ്ങനെ സത്യവിശ്വാസികളെ ഇയാൾ എന്ത് ചെയ്തു? ഇയാളുടെ കാലക്കാര് ഇങ്ങനെ തീയിലേക്ക് വലിച്ചിടുന്നൊരവസ്ഥ ഉണ്ടായതാണ്. ഒരു ഉമ്മ കുട്ടിയെ കൊണ്ടുവരികയാണ്. കുട്ടിയെ കൊണ്ടുവരവെയാണ്. മുസ്ലിമായ ഉമ്മയാണ്. മുസ്ലിമായ ഉമ്മയാണ്. കുട്ടിയുമായി കുഞ്ഞുമായി വരികയാണ്. മതത്തിൽ നിന്ന് മാറാത്തതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പോകുമ്പോ ഈ ഉമ്മാന് മടിച്ചു നിൽക്കുന്നു. കാരണം ഞാൻ മരിച്ചാലും എന്റെ കുഞ്ഞും മരിച്ചോല്ലോ. അപ്പോൾ ഈ കുഞ്ഞിലെ സംസാരപ്രായമെത്താത്ത ഈ കുഞ്ഞ് സ്വന്തം അമ്മയോട് പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾ സത്യത്തിന്റെ ആളാണ്, നിങ്ങൾ സത്യത്തിലാണ് എന്ന് ബഹുമാനപ്പെട്ട ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കുട്ടി വിചാരിച്ചപ്പോൾ ആ കുട്ടി കാരണമായി ധാരാളം ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടി. അപ്പോൾ ജീവൻ വരെ പണയപ്പെടുത്തി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ എന്താണ്? പണത്തിന് വേണ്ടി ദീനീ പ്രവർത്തനം ചെയ്യുന്ന ഒരവസ്ഥയാണ്. പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ദീനീ പ്രവർത്തനം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് പലയിടത്തും കണ്ടുവരുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പ്രാസംഗികർ കൂടുക. വ്യക്തിപരമായി നമ്മൾ കുറ്റം പറയണ്ട. ദൈവത്തായി പോവില്ല. വ്യക്തിപരമായ ആരും കുറ്റം പറയാം. ഇവിടെ ഏതൊരു പ്രാസംഗികനാകട്ടെ, അയാൾ പ്രസംഗിക്കുമ്പോൾ, വയല് പറയുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ, ദീനീ പ്രവർത്തനം ചെയ്യുന്നവർ ദീനീ പ്രവർത്തനം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കാനുള്ളത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം, അതിന് മാത്രമേ ഫലമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഈ ഇസ്മ എന്ന് പറയുന്ന ഇസ്മ നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഇൽമിൽ സജീവമാകാൻ, ഇൽമ സജീവമാക്കാൻ, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ക്ലാസ് ഉണ്ടാവും. മറ്റന്നാള് ബുധനാഴ്ച ഇൻഷാ അല്ലാഹ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാം. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 50 ഇസ്മുകൾ നമ്മൾ ഇതുവരെ പറഞ്ഞ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി 49 ഇസ്മു കൂടി നമുക്ക് പറയാനുണ്ട്. കൂടി പറഞ്ഞു പൂർത്തീകരിക്കാൻ ഈ പരിശുദ്ധമായ റമദാൻ തന്നെ അതും കൂടി പറഞ്ഞു പൂർത്തീകരിക്കാൻ മാറാകട്ടെ. അത് പഠിക്കുന്നതിൽ കൂടിയും പറയുന്നതിൽ കൂടിയും കേൾക്കുന്നതിൽ കൂടിയും ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. الحمد لله رب العالمين اللهم صل على سيدنا محمد
وعلى آل سيدنا محمد അർഹമർ റഹീമായ അൽ മലിക്കുൽ ഖുദ്ദൂസായ കരുണക്കടലായ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞതിനെ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹുവേ നിന്റെ ഇസ്മ അനുസരിച്ചുകൊണ്ട് റബ്ബേ അതിൽ പറയുന്ന അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവേ എല്ലാ ഖൈറുകളും നീ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ അല്ലാഹുവേ നന്മകൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ അല്ലാഹുവേ ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ അല്ലാഹുവേ ശർറുകൾ ഞങ്ങളെ കാക്കണേ റഹ്മാനെ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹുവേ ഭൗതികവും ആത്മീയവുമായ വിജ്ഞാനങ്ങൾ നല്ല നിലയിൽ പഠിക്കാനുള്ള മനസ്സും അതിനുള്ള ബുദ്ധിയും അല്ലാഹുവേ അതിനുള്ള കഴിവും തന്റേടവും ബുദ്ധിശക്തി ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും ഞങ്ങളെ മക്കൾക്ക് നൽകണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ അർഹമറായ റബ്ബേ ഞങ്ങളെ മക്കൾക്കെല്ലാം എല്ലാ രോഗങ്ങളിൽ നിന്നിട്ട് ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളെയും അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ് രോഗങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്നിട്ട് സിഹറിൽ നിന്ന് നേരിൽ നിന്നിട്ട് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടതിനെയും നീ കാത്ത് രക്ഷിക്കണേ മാനെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും വിഷമത്തിലും ജീവിക്കുന്നവർക്ക് അല്ലാഹുവേ അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും നീ മാറ്റിക്കൊടുക്കുന്നത് അതേപോലെ പ്രസവത്തിന് കൊണ്ടുപോയിട്ടുള്ള സഹോദരിമാർ അല്ലാഹുവേ അവർക്ക് നല്ല സുഖപ്രസവം നീ കൊടുക്കണേ മാനെ അല്ലാഹുവേ സുഖപ്രസവം നീ കൊടുക്കണേ മാനെ അല്ലാഹുവേ സുഖപ്രസവം അവർക്ക് കൊടുക്കണേ റബ്ബേ അതേപോലെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ മാനെ അല്ലാഹുവേ കരുണക്കടലായ കാരുണ്യമുള്ള അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഖബറുകളിൽ നീ സന്തോഷം നൽകണേ റബ്ബേ അല്ലാഹുവേ സന്തോഷം നൽകണേ റബ്ബേ അവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ റബ്ബേ അവർക്ക് നീ കാരുണ്യം നൽകണേ റബ്ബേ അല്ലാഹുവേ കാരുണ്യം നൽകണേ റബ്ബേ അല്ലാഹുവേ റഹീമായ റബ്ബേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയി അടുത്ത സമയത്ത് പലരും നമ്മുടെ പ്രവർത്തകന്മാർ ഞങ്ങളുടെ കൂട്ടുകാർ അല്ലാഹു പ്രത്യേകം അല്ലാഹുവയുടെ പേര് പറഞ്ഞില്ല എങ്കിലും നിനക്ക് അവരെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി അറിയും അല്ലാഹുവെല്ലാം അവിടെ ഖബറിൽ സന്തോഷം കൊടുത്ത് അവരുടെ ആത്മാക്കൾക്ക് ശാന്തി നൽകണേ റഹ്മാനെ സലാമത്ത് നൽകണേ റഹ്മാനെ വല്ല വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടുകളും അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവർ ഖബറിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും അല്ലാഹുവേ മാതാപിതാക്കൾ ഖബറിലാണ് പല ആൾക്കാരുടെയും റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതിന്റെയും ഞങ്ങൾ കേട്ടതിന്റെയും അവരുടെ ഖബറുകളിലേക്ക് എത്തിച്ച് അല്ലാഹുവേ ആ ഖബറുകളിൽ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിൽ സലാമത്തിലാക്കണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാക്കി ഞങ്ങളെ മക്കളെ അർഹമർ റബ്ബേ ഞങ്ങളെ ഞങ്ങളുമായി അല്ലാഹുവേ ഞങ്ങളുടെ ആരോഗ്യങ്ങളെ നീ സംരക്ഷിക്കണേ ഒരു രോഗവും നീ തരല്ലേ നീ രോഗം തന്നാലും ഞങ്ങൾക്കില്ല റബ്ബേ ഞങ്ങളെ രക്ഷിക്കണേ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ارزقنا الخشوع وحضور القلب واللذة بصلاتنا في سائر عباداتنا طاعة رب العالمين اللهم حبب إلينا الإيمان قلوبنا واجعلنا من الراشدين اللهم اجعلنا راشدين اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على طاعتك اللهم ربنا وأنا نبيك محمد صلى الله عليه وسلم جميع الأنبياء والأولياء صلى الله عليه وسلم وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام والحمد لله رب العالمين ببركة صلى الله على محمد صلى الله عليه وسلم
وسلم اللهم صل على محمد يا رب صل عليه. നാളെ ക്ലാസ് ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. മറ്റുള്ള തടസ്സങ്ങളില്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ക്ലാസ് എടുക്കാം എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله تعالى وبركاته. جزاكم الله خير الجزاء يا أستاذ. الحمد لله. വളരെയധികം റാഹത്തും സന്തോഷവും അതിലേറെ ഒരുപാട് പുതിയ അറിവുകളും ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഇൽമിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പ്രകാരം നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും നമ്മുടെ രണ്ട് ലോകത്തേക്കും ഉപകാരപ്രദമായുള്ള അറിവുകളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് പരമാവധി ഇങ്ങനെയുള്ള അറിവുകളൊക്കെ പ്രായോഗികമാക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. നമുക്കിന്ന് പ്രത്യേകിച്ചൊരു ലൈവ് വരാനിരിക്കുന്നുണ്ട്. അരീക്കോട് നിന്ന് ആദർശ സമ്മേളനം അരീക്കോട് കല്ലടിക്കൽ നിന്നും ബഹുമാനപ്പെട്ട ഏലംകുളം അബ്ദുൾ റഷീദ് സഖാഫി സമകാലിക വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു. സമയം STVയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സഹകരണമല്ല നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. റേഡിയോ ശ്രോതാക്കൾ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ സംരംഭത്തിൽ അണികളായ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ശബ്ദവിധികൾ എല്ലാവരിലേക്ക് എത്തിക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ലൈവായി കൊണ്ടുപോകാനായി ആഗ്രഹിക്കുന്നവരുടെ മൈക്കിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ്. അപ്പോ ഉസ്താദിന്റെ കഴിഞ്ഞു കടന്നു പോയ ക്ലാസ്സുകളിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ്.